നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 പാവാട വള്ളികളുടെ ഒരു കൂട്ടമാണ് ഇപ്പൊ ബിഗ് ബോസ് 7-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ബർ ഖാൻ, അപ്പാനി ശരത്, പിന്നീട് എന്താണ് റന ഫാത്തിമ, ഇവരൊക്കെ ഈ പറയുന്ന ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ അപ്പാനി ശരത്തും ഈ പറയുന്ന അക്ബറും ശരി ഓക്കെ സമ്മതിക്കാം. ഈ റന ഫാത്തിമ എന്ത് തേങ്ങ കണ്ടാണ് ഈ ജിസൈലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയത്തില്ല. അവളുടെ പൊക്കം കണ്ടിട്ടാണോ? ഡേയ് അക്ബറെ, എന്ത് അവളുടെ പൊക്കം കണ്ട് കുറച്ച് സാധനങ്ങൾ കുറച്ച് നഗ്നത പ്രദർശിപ്പിച്ചപ്പോ നീ അങ്ങ് മയങ്ങിപ്പോയോ? നിന്റെ നിലപാടുകളൊക്കെ പോയോ? അവളുടെ മൂട് താങ്ങി നടക്കാൻ നാണമില്ലേടാ? പോയൊക്കെ ചാവ്. അപ്പാനി ശരത്ത് ഭയങ്കര നാവാണല്ലോ നിനക്ക്. ഇപ്പൊ എന്ത് പറഞ്ഞു? ഇപ്പൊ എന്ത് പറ്റി? അവളൊരു ചെറിയൊരു ബീട്രൂട്ട് എടുത്തതാണ് നിനക്ക് പ്രശ്നം. ലാലേട്ടൻ വരെ പറഞ്ഞ ഒരു സംഭവം നിയമലംഘനം ചെയ്ത് പ്രശ്നമല്ല, അവൾ അക്സെപ്റ്റ് ചെയ്തല്ലോ എന്നാ അവര് പറയുന്നത്. അക്സെപ്റ്റ് ചെയ്തോ എങ്കിൽ അത് കുഴപ്പമില്ലേ? ഇതൊക്കെ എന്തിന്റെ ആണുങ്ങളുടെ പേര് കളയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. നമുക്കിവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ഈ സംഭവം, ഈ ഒരു അടി ഉണ്ടല്ലോ, ഈ അടി കംപ്ലീറ്റ് കണ്ടാൽ മാത്രമേ ഇവിടെ സംഭവം എന്താണ് നടന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കംപ്ലീറ്റ് നമുക്ക് കാണണം, മനസ്സിലായി? എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് കംപ്ലീറ്റ് കാണാം. എന്തൊക്കെ പറഞ്ഞാലും ഈ പറഞ്ഞ അപ്പാനി ശരത്ത് വേസ്റ്റ് ആയപ്പോലടാ. നീ ഒരു വിന്നിങ് മെക്കീരിയലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടതാണ്. നീ നമ്മളെ നാളെ കെടുത്തുമല്ലോ. അതുപോലെ അക്ബർ ഖാൻ തടി കൊണ്ട് മറ്റതുകൊണ്ട് മറിച്ചുകൊണ്ട്, പക്ഷെ കുറച്ച് പൊക്കവും കുറച്ച് സീനൊക്കെ കാണിക്കുന്ന ഒരുത്തിയെ കണ്ടപ്പോ അങ്ങ് മയങ്ങിപ്പോയല്ലേ? നീയൊക്കെ മയങ്ങിയാടെ. ഈ പറയുന്ന ജിസൈലിനെ കണ്ട് അങ്ങ് മയങ്ങി, അവളുടെ വശ്യതയിൽ മയങ്ങിയാണ് ഇപ്പോഴത്തെ ആണുങ്ങൾ മൊത്തം. കിടന്നു കൊലവിളി വിളിക്കുകയാണ്. ഇവിടെ അവൾ എടുത്തത് വെറും ഒരു ബീട്രൂട്ടാണ്. അതിനെയും ഈ പറഞ്ഞ നിയമലംഘനം പിന്നീട് നടത്തിയ ജിസൈൽ, അതായത് മോഹൻലാൽ വന്ന് പറഞ്ഞു, നടന്നില്ല. 3-4 വട്ടം വാണിംഗ് കൊടുത്തു, എന്നിട്ടും അവളെ കേൾക്കുന്നില്ല. ഈ ബിഗ് ബോസ് സീസൺ 7 നിർത്തിവെക്കാൻ പോയി, എന്നിട്ടും കേൾക്കാതെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന അവളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എടാ പോയി ചാവടാ, നീയൊക്കെ പോയി ചാവ്. നീയൊക്കെ ഇനി എന്തൊക്കെ മലമറിച്ചാലും ശരി ഒരു കുറവില്ല. നമുക്ക് ആ ഒരു സംഭവം ഫുള്ളാ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. സ്റ്റോപ്പ് ചെയ്യണം നമ്മളെ. privacy, which I know there is no privacy here. We all are living together. ഞങ്ങൾ എല്ലാവരും തമ്മിൽ താമസിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ വല്ലവരുടെ പുറകിൽ ഇങ്ങനെ CID ആയിട്ട് നടക്കണ അതെനിക്കൊരു ഇറ്റ്സ് എ സ്റ്റോക്കിംഗ് ബിഹേവിയർ. അതെനിക്ക് പിടിക്കുന്നില്ല ഒട്ടും. സോ താങ്ക് യു. പിടിക്കൂല നിനക്ക്? ഓ, കൈയടിക്കുന്നുണ്ട് അപ്പാനി ശരത്ത്. നാണമില്ലേടാ? സാറി, അപ്പാനി ശരത്ത് കൈയടിക്കുന്നുണ്ട്. എന്റെ ഇടയിലുണ്ട്. ഇവിടെ ഷാജഹാൻ ചോദ്യം ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. അക്ബർ തടി മാത്രമേ ഉള്ളൂ, പെണ്ണിനെ കണ്ടപ്പോ തീർന്ന്. നിങ്ങളുടെ ലോജിക്ക് ശരിയല്ലെന്ന്. ചോദിച്ചു ആ ക്രീം വെക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ടോ? അത് വേറെ വിഷയം. അത് ചോദിക്കണം. അതിന് ബിഗ് ബോസ് പറയട്ടെ. സപ്പോർട്ട് ചെയ്യണ എടുത്തിട്ട് അനുമോൾ ഇങ്ങനെ കാണിച്ചു നടന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ പറഞ്ഞ ക്രീം അലൗഡ് ആണോ എന്ന് ഞാൻ ചോദിച്ചോളൂ. ജിസൈലിന് അനുമോള് കാണിച്ച ആ ഒരു ആക്ഷൻ ഇഷ്ടപ്പെട്ടില്ല. എന്തായിക്കോട്ടെ, ആ റീസൺ പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്തു. പക്ഷെ എടുത്തത് തെറ്റാണെന്ന് അവള് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള പാവാട എന്നടാ അക്ബർ. നീ പാവാട തന്നെ, പാവാട അക്ബർ. ചെയ്തോ അത് ആ ക്രീമിന്റെ പറയാൻ പാടില്ല. 2 ചീത്ത വിളിച്ചു, 2 പ്രാവശ്യം. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷില്. അതിന് മറുപടി ഇല്ല. അക്ബറിന്റെ വാ അടഞ്ഞ്
ഇപ്പൊ ഒന്നും മിണ്ടൂല, കാരണം അവനും തെറി വിളിക്കുമല്ലോ. ചീത്ത വിളിക്കുന്നത് തെറ്റാണ്. ചീത്ത വിളിക്കുന്നത് തെറ്റാണ്. ഷാനവാസെങ്കിലും ഉണ്ട് അവിടെ. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യാൻ പാടില്ല. ജിസേൽ പറഞ്ഞത് 4 തവണ ക്യാമറയിലുണ്ട്. 4 തവണ ജിസേൽ പറഞ്ഞു. 1 തവണ ആയിക്കോട്ടെ, കണ്ടല്ലോ. നിന്റെ കള്ളപ്പന കണ്ടുപിടിച്ചല്ലോ. എന്തിന്റെ സെർച്ച് ചെയ്യുന്ന ഭാഗമാണെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ ഒരു സാധനം സെർച്ച് ചെയ്യണത്, അത് തുറന്നു പോകുന്നത്, അവരുടെ പെർമിഷൻ ഇല്ലാതെ തുറക്കുന്നത് ശരിയല്ല. ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും പണി കിട്ടും, അത് ഉറപ്പാ. അത് ആരും വിഷമമുണ്ടാക്കിയ കാര്യമല്ല. ഇത് മാത്രമേ ഉള്ളൂ അനുമോളുടെ ഒരു ഡ്രോബാക്ക്. അല്ലെ, അവള് സൂപ്പറാണ്. ഡ്രാമ കാണാത്ത കാര്യം എന്തിനാ പറയുന്നത്? ഓക്കെ, കാണാത്ത കാര്യം എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച ഈ അനുമോളുടെ ഒരു ഡ്രോബാക്ക് ഇതാണ്. അത് സത്യം നല്ല മനസ്സിലൊരു പെട്ടെന്ന് കരയും, പക്ഷെ ബിഗ് ബോസിൽ അത് സത്യം പറഞ്ഞാൽ അതൊരു ഡ്രോബാക്ക് ആണ്. അത് നെഗറ്റീവായിട്ട് ഫലിക്കും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനുമോളുടെ ഭാഗത്താണ് ശരി. ഇവിടെ കുറച്ച് പാവാട വള്ളികൾ അല്ലെങ്കിൽ ജിസേലിന്റെ മൂട് താങ്ങി നടക്കുന്ന ഈ അക്ബർ, ഈ അപ്പാനി ശരത്ത് അങ്ങനെ പോലുള്ളവരുടെ ഒരു പ്രശ്നമാണ്. ഇത് ലാലേട്ടൻ വന്ന് ചോദിക്കുകയും ഇവരൊക്കെ അപ്പം ഇരുന്ന് നാറുന്നത് കാണാം. ജിസേലിന് നല്ല 8ന്റെ പണി കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുന്നത്. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.